പശ്ചിമബംഗാളിൽ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം. മാൾഡയിൽ ഹിന്ദുക്കളുടെ കടകൾ പൂർണ്ണമായും തകർത്ത അക്രമികൾ തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളും നശിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. നന്ദഗോപൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. നന്ദൻ, ഈ കേന്ദ്ര സായുധ സേനകളെ വിന്യസിക്കണമെന്നാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഗവർണറോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കത്ത് നൽകിയിരിക്കുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നത്? പശ്ചിമ ബംഗാളിലെ മാൾഡ ജില്ലയിലെ മോത്തേരി എന്നുള്ള സ്ഥലത്ത്, മോത്തേരി ബാഗ് എന്ന സ്ഥലത്താണ് ഈ അക്രമം നടന്നത്. യാതൊരു പ്രകോപനവുമില്ലാതെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ വിശ്വസിക്കുന്നവർ അല്ലെങ്കിൽ അത്തരക്കാർ നിരന്തരം ഇത്തരം ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പശ്ചിമ ബംഗാൾ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തുന്ന സാഹചര്യമാണ്. പ്രത്യേകിച്ച് അവിടെ ഹിന്ദുക്കൾക്ക് നേരെ വംശഹത്യയാണ് നടക്കുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. ആ ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാകുന്നുണ്ട്. അതായത് ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ്. പതാകകളും ഏന്തിയാണ് ഒരു വട്ടം തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അവിടേക്ക് ഈ തെരുവിലേക്ക് കടന്നു വന്നുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ അഴിച്ചുവിടുന്നത്. മാത്രമല്ല അവിടെ തെരുവിലുണ്ടായിരുന്ന വാഹനങ്ങളും ഹിന്ദുക്കളുടെ വാഹനങ്ങളും ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വാഹനങ്ങൾ കൂടുതലായി തകർക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതുകൂടാതെയാണ് അവിടെ ലോറിയിൽ ലോഡുമായി എത്തിയ ഒരു ഡ്രൈവറെ, അയാൾ ഹിന്ദു ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അയാളെ ക്രൂരമായി ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ സഹിതം പങ്കുവെച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുവേന്ദു അധികാരി പശ്ചിമ ബംഗാളിലെ പ്രതിപക്ഷ നേതാവ് ഗവർണർ CV ആനന്ദ് ബോസിന് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഈ മേഖലയിൽ പോലീസ് പൂർണ്ണമായും കണ്ണടക്കിയാണ്. ഈ വംശഹത്യക്ക് ഇരകൾക്കൊപ്പം നിൽക്കാതെ വേട്ടക്കാർക്കൊപ്പമാണ് ഈ പോലീസ് നിൽക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. മാത്രമല്ല അവിടെ ഗുണ്ടായിസം നടക്കുന്നു, വംശീയ ഹത്യ നടക്കുന്നു. അവിടെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ അവിടെ കേന്ദ്ര സായുധ പോലീസ് സേനയെ വിന്യസിക്കണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് സുവേന്ദു അധികാരി നൽകിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ഈ അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഗവർണർ CV ആനന്ദ് ബോസിന് സുവേന്ദു അധികാരി കത്ത് നൽകിയിരിക്കുന്നത്. വീണ. ശരി നന്ദൻ, പശ്ചിമ ബംഗാളിലാണ് ഹിന്ദുക്കളുടെ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ അക്രമം ഉണ്ടായിരിക്കുന്നത്.